വെൽക്കം ടു ലേൺവൈസ് ഓറിയന്റേഷൻ പ്രോഗ്രാം 11.0 കോഹോർട്ട് കണക്ട് ഫിനാലെ. സോ നമ്മുടെ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഫൈനൽ സെക്ഷനിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. എന്റെ പേര് ആതിര, ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിന്റെ മെന്റർ ആണ്. എന്റെ കൂടെ ഈ സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലോജിഷ മാം ആൻഡ് ദുർഗ മാം അവൈലബിൾ ആണ്. അവരും കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്റേഴ്സ് ആണ്. പിന്നെ നമ്മുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ ബാക്കി മെന്റേഴ്സും ലേൺവൈസ് ടീമും ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ബികോം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബികോം ലേണേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ കണക്ട് ഫിനാലെ വെച്ചിരിക്കുന്ന എല്ലാ ബികോം ലേണേഴ്സിനെയും ഈ ലേൺവൈസിന്റെ OP 11.0 ഫിനാലെ സെക്ഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സോ നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് സെക്ഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ലോഞ്ച് നൈറ്റ് വെച്ചിട്ടായിരുന്നു. പിന്നെ നമ്മൾ ഇഗ്നോന്റെ ഡീറ്റെയിൽസ്, ഇഗ്നോ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻസ് കണ്ടു. പിന്നെ അതേപോലെ ഇൻസൈഡ് ലേൺവൈസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോൾസിനെ കുറിച്ചും പിന്നെ അലുമിനീസിനെ നമ്മൾ കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചും പിന്നെ മൈൻഡ് ആൻഡ് മൊമെന്റം എന്ന് പറഞ്ഞൊരു സെക്ഷനും പിന്നെ ഫാമിലി സർക്കിൾ, ഇത്രയായിരുന്നു നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ കണ്ടുവരുന്ന സെക്ഷൻസ്. പിന്നെ നിങ്ങൾക്ക് ബികോം, അതായത് ഓരോ റെസ്പെക്റ്റീവ് ബാച്ചസിന് വേണ്ടി അവരുടെ ഒരു കോഴ്സ് ഡീകോഡിംഗ് പറഞ്ഞ ഒരു സെക്ഷൻ കൂടി നമ്മൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ 9 സെക്ഷൻസ് ആണ് നമുക്ക് കഴിഞ്ഞു പോയത്. ഇത് നമ്മുടെ ഫൈനൽ സെക്ഷൻ ആണ്, കോഹോർട്ട് കണക്ട് ഫിനാലെ എന്ന് പറയുന്നത്. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഒരു ഗെയിം വെച്ചിട്ടാണ് ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ഗെയിം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്, എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ അങ്ങനെ ഒരു സെക്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫൈനൽ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു റാപ്പ് വീഡിയോ നമ്മൾ വെക്കുന്നുണ്ട്. അതായത് ഈ OP സെക്ഷൻസ്, OP 11.0 നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം സെക്ഷൻസ് ഏതൊക്കെ സെക്ഷനിലൂടെയാണ് പോയത് എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ലേണേഴ്സ്, അതായത് നമ്മൾ ലേൺവൈസിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലേണേഴ്സ് തന്നെയാണ്. അപ്പൊ ലേണേഴ്സിന്റെ ഫീഡ്ബാക്സ് കളക്ട് ചെയ്യുന്ന ഒരു സെക്ഷനും പിന്നെ നമ്മളൊരു ഫീഡ്ബാക്ക് ഫോമിനെ കുറിച്ചും നമ്മൾ ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നുണ്ടാവും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഗെയിം ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. സോ ഗെയിമിന്റെ പേരാണ് വിർച്വൽ സ്കാവെഞ്ചർ ഹണ്ട്. ഈ പേര് വലുതാണെങ്കിലും ഗെയിം വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഗെയിംസിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഗെയിം കളിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി റെഡി അല്ലെങ്കിൽ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ സെറ്റപ്പ്, ഈ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ക്യാമറ ഓൺ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തംസ് അപ്പ് തരിക. ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ക്യാമറ എല്ലാവരും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഓടാൻ വേണ്ടി റെഡി ആയി നിന്നോളൂ. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ഗെയിമിൽ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഐറ്റം ഡിസ്പ്ലേ ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഐറ്റം നിങ്ങൾ പോയി ഗ്രാബ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഐറ്റം ആണോ ഒബ്ജക്റ്റ് ആണോ ഡിസ്പ്ലേ ചെയ്യുന്നത്, ആ ഡിസ്പ്ലേ ചെയ്ത ഐറ്റം ഓടിപ്പോയി നിങ്ങൾ ഗ്രാബ് ചെയ്ത് കൊണ്ടുവന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കണം. ഓക്കെ, അത് ഞങ്ങൾ കാണണം. അപ്പോഴാണ് നിങ്ങൾ വിന്നേഴ്സ് ആവുന്നത്. അപ്പൊ നമുക്ക് ഒരു ഒബ്ജക്റ്റ് അല്ല, നമുക്ക് കുറച്ച് റൗണ്ട്സ് എന്നുള്ള രീതിയിൽ കുറച്ചധികം ഒബ്ജക്ട്സ് ഉണ്ട്. സോ ഏറ്റവും ആദ്യം ഒരു 10 സെക്കൻഡ്സ് ടൈം ആണ് നമ്മൾ തരാൻ പോകുന്നത്. നമ്മളിവിടെ ഒബ്ജക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത 10 സെക്കൻഡിനുള്ളിൽ ആ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്നവരാണ് വിന്നേഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, റെഡി ആണോ എല്ലാവരും? മാം എല്ലാവരും ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്യുക. അതുപോലെ തന്നെ ഓടാനൊക്കെ റെഡി ആയിട്ടിരിക്കാം. അപ്പൊ മാം കാണിക്കുന്ന ഒബ്ജക്റ്റ് ഏതാണോ നിങ്ങളുടെ അടുത്തുള്ളത്, ആരും ഇനി ഓടുന്ന ഇടയിൽ വീഴാനൊന്നും നിൽക്കരുത്. അപ്പൊ എല്ലാവരും നല്ലൊരു ഗെയിം സ്പിരിറ്റോട് കൂടി തന്നെ എല്ലാവരും മുന്നോട്ട് പോവാം. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനിയും ക്യാമറ ഓൺ ചെയ്യാൻ ഒരുപാട് പേര് ബാക്കിയുണ്ട്, കാരണം ഇതിൽ വിന്നേഴ്സിനൊക്കെ നമുക്ക് അനൗൺസ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇനിയും ക്യാമറ ഓൺ ചെയ്യാൻ ബാക്കിയുള്ളവരൊക്കെ ക്യാമറ ഓൺ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഏത് ഒബ്ജക്റ്റ് ആണോ കാണിക്കുന്ന ഒബ്ജക്റ്റ് കാണിച്ച് അപ്പൊ തന്നെ നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. 10, 9, 8 എന്നുള്ള കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പോകുക, സാധനം എടുക്കുക, ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഞാൻ കാണിക്കാൻ പോവാണ്. എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുക. കപ്പ്, മഗ്. അപ്പൊ പൊക്കോളൂ കേട്ടോ. 10, 9, 8, 7, 6, 5, 4. ഓക്കെ, സാരിയൊക്കെ ഇട്ടിട്ടുണ്ട്. റഹീസിന് ഇട്ടിട്ടുണ്ട്, സന്തോഷിന് ഇട്ടിട്ടുണ്ട്, ഷെറിന് ഇട്ടിട്ടുണ്ട്.
അപ്പൊ എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു? എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോ ഈ ഒരു സെക്ഷൻ നടക്കുന്നതുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇതിനുള്ള പരിഹാരമാണിത്. നമുക്ക് കുറച്ചധികം റൗണ്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഒബ്ജക്റ്റിലേക്ക് പോവാലോ അല്ലെ? ഓക്കെ, അടുത്ത ഒബ്ജക്റ്റിലേക്ക് പോവാം. കാലണ്ടർ എത്രയും പെട്ടെന്ന് എടുത്തു കൊണ്ടുവരിക. ഓക്കെ, സന്തോഷം കൊണ്ടുവന്നിട്ടുണ്ട്, സാരിയ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നവരെന്നെ കൊണ്ടുവരുന്ന പുതിയ മുഖങ്ങളും നമുക്ക് കാണണം. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആരും ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കരുത്. പെട്ടെന്ന് ഓടിപ്പോ. രജിയൊക്കെ എവിടുന്നൊക്കെയോ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. ഓ, ഋതുനാഥ് കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് ഓടിപ്പോവോ എല്ലാവരും. മഞ്ജു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ കൗണ്ട് ഡൗൺ ഇത് തീരാൻ പോവാണ്. അടുത്ത ഒബ്ജക്റ്റ് കാണിക്കാൻ പോവാണ്. പെട്ടെന്ന് 2, 1, 0. ഓക്കെ, അപ്പൊ എല്ലാവരും കൊണ്ടുവന്നിട്ട് വിചാരിക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു 2 റൗണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്തത് ഒരു ഹാൻഡ് റിട്ടൺ ബുക്കാണ്. പക്ഷെ വെറുതെ ഒരു ബുക്കല്ല, നിങ്ങൾ ലേൺ വൈസ് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ആയിരിക്കണം. അപ്പൊ ലേൺ വൈസിന്റെ നോട്ട് ബുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് അത് എടുത്തോണ്ട് വരൂ, നോക്കട്ടെ. യെസ്, സന്തോഷിന് കിട്ടിയിരിക്കുകയാണ്. ഋതുനാഥിനും കിട്ടിയിരിക്കുകയാണ്. ഓപ്പോ PKL, ആരാണത്? പേര് പറയൂ. പേര് പറയുന്നില്ലല്ലോ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത്രയും പേർക്ക് അപ്പൊ എല്ലാവരും നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അത് നല്ല കാര്യം. അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് പഠിക്കാനും തുടങ്ങാം. ഓക്കെ, അപ്പൊ അടുത്തൊരു ഐറ്റത്തിലേക്ക് പോവാം നമുക്ക്. അടുത്ത ഐറ്റം മെഷറിംഗ് ടേപ്പ്. മെഷറിംഗ് ടേപ്പ് അങ്ങനെ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും പെട്ടെന്ന് ആർക്കാ കിട്ടുന്നത് നമുക്ക് നോക്കാം. സാരിയക്കാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് മാം. ഓക്കെ, ജിയക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേറെ ആർക്കാ കിട്ടിയിട്ടുള്ളത്? ഷിറിന് കിട്ടിയിട്ടുണ്ട്. എവിടുന്നൊക്കെയോ എല്ലാവരും ഒപ്പിച്ച് വരുന്നുണ്ടല്ലേ. എല്ലാവരും ഒപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഋതുനാഥ് പോയി മടങ്ങി വരിക. കിട്ടിയില്ലെന്ന് തോന്നുന്നു. കിട്ടിയില്ല. ഓക്കെ, ഹോസ്റ്റലിലാണ്. അതുല്യ ഓക്കെ ഓക്കെ. ഹോസ്റ്റലിലായതുകൊണ്ടാണ്. ഓക്കെ, ഹോസ്റ്റലിലുള്ള ഒബ്ജക്റ്റ് സന്തോഷിന് കാണിച്ചാൽ മതി കിട്ടിയിട്ടുണ്ട്. കേട്ടോ. ഓക്കെ, സന്തോഷിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഐറ്റം നോക്കിയാലോ നമുക്ക്. ഓക്കെ, റഹീസക്ക് കിട്ടിയിട്ടുണ്ട്. റഹീസ ടൂത്ത് ബാക്ക് ക്യാമറ വെച്ചൊക്കെ കാണിച്ചു തരുന്നുണ്ട്. റഹീസ കണ്ടു കേട്ടോ. ഓക്കെ പേസ്റ്റ് ഇത് എല്ലാവരിലും അവൈലബിൾ ആണ്, പെട്ടെന്ന് കിട്ടുന്ന സാധനമാണ്. ഓക്കെ, അതുല്യക്ക് കിട്ടിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ ആദ്യമുള്ള സാധനം അതാ. കിട്ടിയിട്ടുണ്ട്. സന്തോഷ് ഓക്കെ, കൊണ്ടുവന്നിട്ടുണ്ട്. സാരിയ സരിയ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഋതുനാഥ് പെട്ടെന്ന് ഉണ്ട്. അവൈലബിൾ ആയിട്ടുള്ള സാധനമായിരുന്നു, അതുകൊണ്ട് ഓക്കെ, എല്ലാവർക്കും റഹീസ. വേഗം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഐറ്റം കാണിക്കട്ടെ. റെഡി ആണല്ലോ അല്ലെ? അടുത്ത ഐറ്റം എന്തെങ്കിലും യെല്ലോ കളറിലുള്ള എന്തെങ്കിലും ഒരു ഐറ്റം ആണ് പറഞ്ഞിരിക്കുന്നത്. യെല്ലോ കളറിൽ. യെസ്, സന്തോഷിന് കിട്ടിയിട്ടുണ്ട്. എന്താണ് സാധനം? എന്താണ്? സരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓ, ഇയർപോണിന്റെ ഋതുനാഥിന്റെ ഡക്ക് ആണല്ലോ. ഓക്കെ ഓക്കെ, നൈസ്. ഓക്കെ, അപ്പൊ യെല്ലോ കളറിലുള്ള സാധനങ്ങളുടെ വന്നോ? കഴിഞ്ഞോ യെല്ലോ കളർ? ഓക്കെ ഓക്കെ, അതിന് ഓടേണ്ടി വന്നില്ല അല്ലെ? അടുത്തടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാ അടുത്ത ഐറ്റം കാണാം നമുക്ക്. സാനിറ്റൈസർ. ഇപ്പൊ കൊറോണ കാലഘട്ടം അല്ലെങ്കിലും സാനിറ്റൈസർ എല്ലാവരുടെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, റുക്ഷാനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് റുക്ഷാനയാണ് കൊണ്ടുവന്നത്. സന്തോഷം കൊണ്ടുവന്നിട്ടുണ്ട്. സന്തോഷം കൊണ്ടുവന്നിട്ടുണ്ട്. ഋതുനാഥ് ഷിറിന് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടി, പക്ഷെ അതെല്ലാം വിശ്വസിക്കുന്നു അല്ലേ. ഋതുനാഥ് ഓക്കെ ഓക്കെ, കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ഋതുനാഥ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സാനിറ്റൈസർ ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പൊ അല്ലെ? അടുത്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഷിറിന്റെ കിട്ടിയിട്ടുണ്ട്. ഷിറിൻ വലിയ ബോട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നല്ല കാര്യമാണ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത ഐറ്റത്തിലേക്ക് പോവാലോ അല്ലെ? ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിക്കുന്നവരാണെങ്കിൽ എവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവാന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഋതുനാഥിന്റെ ന്യൂസ് പേപ്പർ ഇല്ലാന്ന് മനസ്സിലാവും. ഓക്കെ, സെറിയ കൊണ്ടുവന്നിട്ടുണ്ട്. ഋതുനാഥ് ഇരിക്കുന്ന കണ്ടറിയാം ഋതുനാഥിന്റെ ന്യൂസ് പേപ്പർ ഇല്ല എന്നുള്ളത്. ഷിറിനും പറഞ്ഞു എന്റെ കയ്യിലില്ലാന്ന്. സന്തോഷിന്റെ ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? ഷിറിന്റെ കയ്യിലില്ലാന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, റുക്ഷാനയ്ക്ക് കിട്ടിയോ? റുക്ഷാന ക്യാമറ അങ്ങ് 360 ആംഗിളിലൊക്കെ തിരിച്ചു പോവാണ്. ഓക്കെ, വേറെ ആർക്കും ഇല്ലേ ന്യൂസ് പേപ്പർ വീട്ടില്? ന്യൂസ് പേപ്പർ ഇല്ലാതെ തോന്നുന്നു അല്ലെ? ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ഐറ്റത്തിലേക്ക് പോവാം നമുക്ക്. ബ്ലാക്ക് സോക്സ് ആണ്. ബ്ലാക്ക് സോക്സ്.
സഗേഷാണ് ആദ്യം കൊണ്ടുവന്നേക്കുന്നത് ബ്ലാക്ക് സോക്സ്. ഓക്കെ. സഗേഷിന്റെ കയ്യിലുണ്ട്. ഓക്കെ, സരിയക്ക് സെറിയ കിട്ടിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഷിറിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റുക്ഷാനക്ക് കിട്ടിയിട്ടുണ്ട്, അതുല്യ കൊണ്ടുവന്നിട്ടുണ്ട്. ഹോസ്റ്റലിൽ സോക്സ് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, യെസ് യെസ്. അവരുടെ എല്ലാവരും സീറ്റിലേക്ക് ആക്റ്റീവായിട്ട്, തിരിച്ചെത്തിയിട്ടില്ല. അതെ, എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനിയും ക്യാമറ ഓൺ ചെയ്യാത്തവരുണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് ഒന്ന് ഓടിപ്പോവുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ഋതുനാഥ് സാരില്ല, നമുക്ക് അടുത്ത ഐറ്റം കണ്ടുപിടിക്കാം. ആൾക്ക് അതും കിട്ടിയില്ല, അത് വിഷമത്തിലാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം കേട്ടോ. അടുത്തത് ഫാമിലി ഫോട്ടോ ഫ്രെയിം. ഫാമിലി ഫോട്ടോ ഫ്രെയിം. ഓക്കെ, റുക്ഷാനയാണ് ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത്. റുക്ഷാനക്ക് ഓക്കെ, കിട്ടിയിട്ടുണ്ട്. വേറെ എല്ലാവരും ഇങ്ങനെ ആലോചിക്കാണോ എവിടെയുള്ളത് എന്ന്? എവിടെയാണ് ഫോട്ടോ ഫ്രെയിം വെച്ചിരിക്കുന്നതെന്നാണ് ചിന്തിക്കണത്. കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. അടുത്തത് അംബർല, കൊട. ഇപ്പൊ നല്ല വെയിലാണ്, എല്ലാവരുടെ കൈവശം വേണല്ലോ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. യെസ്, സെറിയ കൊണ്ടുവന്നിട്ടുണ്ട്, സെറിയക്ക് കിട്ടി ഫസ്റ്റ് തന്നെ കൊട. അടുത്തത് റുക്ഷാനക്ക് കിട്ടിയിട്ടുണ്ട്, സന്തോഷിന് കിട്ടിയിട്ടുണ്ട്, അതുല്യക്കുണ്ട്, ഷിറിന് ഷിറിന് കിട്ടിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. മഞ്ജുവിന് കിട്ടിയിട്ടുണ്ട്. പുതിയ മുഖങ്ങളൊക്കെ വരുന്നുണ്ട്. യെസ് യെസ് യെസ്. ഓക്കെ, ജിയക്ക് കിട്ടിയിട്ടുണ്ട്. ആ, ഋതുനാഥിന് കിട്ടി. ആ, 2 റൗണ്ടിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, നൈസ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഓടി ഓടി ക്ഷീണിച്ചാ? ഓടാൻ പറ്റാത്തവരെ എടുത്തിരിക്കുന്ന ഐറ്റംസ് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ, ദൂരെ പോയിട്ട് എടുക്കാൻ പറ്റുന്നത് ഒന്നും കൊണ്ടുവരുന്നില്ല. ഓക്കെ, അപ്പൊ അടുത്ത ഐറ്റത്തിലേക്ക് പോവാം നമുക്ക്. മെഴുകുതിരി, കാൻഡിൽ. മെഴുകുതിരി ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? യെസ്, സെറിയ മെഴുകുതിരി. മെഴുകുതിരിയാണോ അത്? അത് പെന്നാ. ചെറിയ പറ്റിക്കാൻ നോക്കുകയാണല്ലേ? ഓക്കെ റുക്ഷാനക്ക് ഓക്കെ, കിട്ടിയിട്ടുണ്ട്. സെന്റഡ് കാൻഡിൽ ഉണ്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, റുക്ഷാനക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ ആർക്കും കിട്ടിയിട്ടില്ലേ? ഓക്കെ, കുറെ പേര് ഹോസ്റ്റലിലാന്ന് പറഞ്ഞ് നമുക്ക് ചാറ്റ് ബോക്സിലൂടെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ അടുത്തുള്ള ഒബ്ജക്റ്റ് ഒക്കെ കൊണ്ടുവരാം. സന്തോഷിന് കിട്ടിയിട്ടുണ്ട്. ഋതുനാഥിന് കിട്ടിയോ? ഇല്ല, ഋതുനാഥ് ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല. ഓക്കെ, അടിപൊളി. അപ്പൊ ഇനി അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. റബ്ബർ ബാൻഡ്. അടുത്ത് തന്നെ ഇരിപ്പുണ്ടാവൂലോ? യെസ്, റബ്ബർ ബാൻഡ്. സെറിയക്ക് റബ്ബർ ബാൻഡ് കിട്ടിയിട്ടുണ്ട്, ഋതുനാഥിന് കിട്ടിയിട്ടുണ്ട്. പാക്കറ്റ് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് റബ്ബർ ബാൻഡിന്റെ. വേറെ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? യാ, ഷിറിന് കിട്ടിയിട്ടുണ്ട് റബ്ബർ ബാൻഡ്. ഈ റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞ സാധനം വെച്ചാ വെച്ചെടുത്തിരിക്കാത്ത സാധനമാണ് അല്ലെ? നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ അത് അവിടെ കാണൂല. യെസ് യെസ് യെസ്, അടിപൊളി. ഓക്കെ, അപ്പൊ അടുത്ത ഐറ്റത്തിലേക്ക് പോവാം നമുക്ക്. അടുത്തത് ചെടി, പോട്ടഡ് പ്ലാന്റ് ആണ്. ചട്ടിയിലുള്ള ഒരു ചെടി, കുഞ്ഞിച്ചെടി. യെസ്, സെറിയക്ക് കിട്ടിയിട്ടുണ്ട്. നൈസ്. ഋതുനാഥിന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ അതുല്യ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, റഹീസ പുറത്ത് പോയിട്ട് ബാക്ക് ക്യാമറ മേടിച്ച് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിർമ്മലക്ക് കിട്ടിയിട്ടുണ്ട്, വിനീഷിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും പുറത്തേക്കൊക്കെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലേ? ഓക്കെ, റുക്ഷാനക്ക് കിട്ടിയിട്ടുണ്ട്, ജിയ. ഓക്കെ, വിനീഷ് പുറത്തെത്തി. ഒരു ചെടി ബോട്ടിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പുറത്തെത്തിയേക്കുവാ. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണു. അപ്പൊ അടുത്ത ഐറ്റത്തിലേക്ക് പോയാലോ നമുക്ക്? കുറച്ച് ഐറ്റം കൂടെ ബാക്കിയുള്ളൂ. ഓക്കെ, അലാറം ക്ലോക്ക്. ക്ലോക്ക്, നമ്മുടെ കുഞ്ഞു ക്ലോക്ക്, അലാറം അടിക്കുന്ന. യെസ്, സെറിയക്ക് കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അലാറൊക്കെ വെച്ച് പഠിക്കാറുണ്ടോ? ഓക്കെ, വേറെ ആർക്കും കിട്ടിയില്ല? ഞങ്ങളൊക്കെ മൊബൈലിലാണ് അലാറം വെക്കുക. എന്താണ്? മൊബൈലിലാണ് അലാറം വെക്കുക. ഓ, മൊബൈലിലാണ് അലാറം. ശരിയാ ശരിയാ, പണ്ടത്തെ അല്ലേ അല്ലേ ക്ലോക്കിലൊക്കെ അലാറം വെക്കുന്നേ. ഇപ്പൊ എല്ലാവർക്കും ഫോണിലല്ലേ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും ഫോണിലാണ്, അതുകൊണ്ട് അലാറം ക്ലോക്ക് ഇല്ല അല്ലെ? ഓക്കെ, എന്നാ നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. കീസ്. കീ, എന്തിന്റെങ്കിലും കീ. സഗേഷിന് കിട്ടിയിട്ടുണ്ട്. സഗേഷ് ആദ്യം കാണിച്ചിരിക്കുന്നത്. യെസ്, സെറിയ സെറിയക്ക് കാണിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, സന്തോഷിന് കിട്ടിയിട്ടുണ്ട്. അതുല്യ, മഞ്ജു, ജിയ. യെസ് യെസ്, കീ ആകുമ്പോ നമുക്ക് എപ്പോഴും
വേണ്ട സാധനമാണ് എല്ലാത്തിനും. അപ്പൊ പിന്നെ എല്ലാവരും റഹീസ, ഉണ്ടാവും. നിർമ്മല, ഋതുനാഥിന് കിട്ടിയോ? ആ ഓക്കെ, ഋതുനാഥിനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഷിറിന് കിട്ടിയിട്ടുണ്ട്. നൈസ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ? ഇനി അടുത്ത ഐറ്റത്തിലേക്ക് പോയാലോ. അടുത്ത ഷെയ്ഡ്സ് അല്ലെങ്കിൽ സൺഗ്ലാസസ്. നമ്മൾ വെക്കുന്ന സ്പെക്സ് അല്ല, ഷെയ്ഡ്സ് അല്ലെങ്കിൽ സൺഗ്ലാസസ്. യെസ്, സന്തോഷിന് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായി സന്തോഷ്, അടിപൊളി. അടുത്ത ആരാ? ഋതുനാഥിന് കിട്ടിയിട്ടുണ്ട്, ഓക്കെ, റുക്ഷാനക്ക് കിട്ടിയിട്ടുണ്ട്, വിനീഷിന് കിട്ടിയിട്ടുണ്ട്, ഓക്കെ, ഷിറിന് കിട്ടിയിട്ടുണ്ട്, ജിയക്ക് കിട്ടിയിട്ടുണ്ട്, നിർമ്മലക്ക് കിട്ടിയിട്ടുണ്ട്. റഹീസ നടക്കുവാണ്, സൺഗ്ലാസും തപ്പി നടക്കുക. അതെ, നടക്കുകയാണ്. എല്ലാവർക്കും എക്സസൈസ് ആയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. യെസ്, സെറിയക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സൺഗ്ലാസ് ഒക്കെ വെച്ചു. ഇനിയിപ്പോ സൺഗ്ലാസ് വെച്ചിട്ട് നമുക്ക് സെക്ഷൻ മുന്നോട്ട് കൊണ്ടുപോവാം. എന്തേ, എല്ലാവരും എടുത്ത് വെച്ചോളൂ. ഓക്കെ, ഇനിയിപ്പോ അടുത്ത സെക്ഷൻ, അടുത്ത ഐറ്റം കാണിക്കട്ടെ ഞാൻ. നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോർട്ട് അല്ലെങ്കിൽ ഗെയിം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഐറ്റം. ഇപ്പൊ ചെസ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെസ് ബോർഡ്, ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ക്രിക്കറ്റിന്റെ ബാറ്റ്, അങ്ങനെ നിങ്ങളുടെ ഗെയിം, നിങ്ങൾ കളിക്കുന്ന ഗെയിം അനുഷ്ഠിച്ചത് എന്തെങ്കിലും ഒരു ഐറ്റം. ഓക്കെ, റുക്ഷാനക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേറെ ആർക്കും ഒന്നും. ഓക്കെ, വിനീഷിന് ബാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, എന്തത്? സന്തോഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫോണോ? ഫോൺ എങ്ങനെയാ ഗെയിമിന്റെ? ഓക്കെ, ആ ഗെയിം അല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ഗെയിം എന്ന് പറയുമ്പോ നമുക്ക് കുറച്ച് ആയസൊക്കെ വേണ്ടേ, ഇത് ഫോണിൽ കുത്തുന്നല്ലേ. ഓക്കെ, എന്നാലും നമുക്കത് കൺസിഡർ ചെയ്യാം, എടുത്തിട്ട് വന്നതല്ലേ, അതുകൊണ്ട്. ഭയങ്കര ലോജിക്കലായിട്ട് ചിന്തിച്ചു കൊണ്ടുവന്നതാണ്. ബാറ്റ്, ഷട്ടിൽ ബാറ്റ് അല്ലേ അത്? ചെറിയ ഷട്ടിൽ ബാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നിർമ്മല ബോൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഫുട്ബോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ഫുട്ബോൾ. നിർമ്മല ഫുട്ബോൾ കളിക്കുന്ന ആളാണോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത ഐറ്റത്തിലേക്ക് പോവാം നമുക്ക്. അടുത്തത് നിങ്ങളുടെ ഫേവറേറ്റ് ഹോബി എന്താണോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഐറ്റം എന്താണോ നിങ്ങളുടെ. അപ്പൊ ബുക്ക് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വായിക്കുന്ന ബുക്ക് കാണിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഹോബീസ് റെപ്രസെന്റ് ചെയ്യുന്ന ഐറ്റംസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാട്ട് കേൾക്കാനാണെങ്കിൽ എന്തോ കാണിക്കും. പാട്ട് കേൾക്കാനാണെങ്കിൽ ഒരു പാട്ട് പാടി കേൾപ്പിക്കാം, കുഴപ്പമില്ല. എനിക്ക് ടി വി കാണാനാണ് ഇഷ്ടം. എന്താണ്? ടി വി കാണാനോ? ടി വി കാണാൻ. അതെ. അതൊരു ഹോബി അല്ലല്ലോ. ടി വി കാണലാണോ ഹോബി? ഓക്കെ, ടി വി കാണിക്കണ്ട, നമുക്കറിയാലോ. വേറെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ടുവരാം. റുക്ഷാനയ്ക്ക് വണ്ടിയിൽ പോകാനാന്ന് തോന്നുന്നു ഇഷ്ടം, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്ടാന്ന് തോന്നുന്നു. കീ കാണിക്കുന്നുണ്ട് റുക്ഷാന. ഓക്കെ, ഓക്കെ, വിനീഷും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കീ. ഓക്കെ, മഞ്ജു ബുക്ക് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സാരിയും ബുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളതെന്ന്. ഓക്കെ, ഓരോരുത്തർക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് കമന്റ് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ അടിപൊളി. അപ്പൊ എല്ലാവരുടെ ഹോബീസും മനസ്സിലായി. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്ന സെക്ഷൻ? ഓടാൻ പറ്റുമോ എല്ലാവർക്കും? ഒരു ഇരുന്നിരിപ്പിൽ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ല, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഓട്ടം ചാട്ടം ഉള്ള ഒരു ഗെയിം നമ്മൾ കൊണ്ടുവന്നത്. ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മുടെ ഒരു റാപ്പപ്പ് വീഡിയോ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ലോജിഷ മാമിനെ സ്വാഗതം ചെയ്യാണ്. മാം കണ്ടിന്യൂ ചെയ്യും. His stings to learn what called us would be to of rhymes when can every night.
അതായത് നമ്മൾ എല്ലാവരും ഇപ്പൊ ഈ സെഷനിൽ റാപ്പപ്പ് വീഡിയോസ് കണ്ടു. അപ്പൊ വീഡിയോസ് കണ്ടപ്പോൾ നമ്മളൊരു 10 സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓറിയന്റേഷന്റെ ഭാഗമായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു മൈൻഡിലൂടെ, അതായത് നിങ്ങളുടെ ആ 10 സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തത് നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡിലൂടെ പോയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫീഡ്ബാക്ക് ആണ്. അതായത് ലേണേഴ്സിന്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളിപ്പം നമ്മുടെ ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 2 മന്തോളം ആയിട്ടുണ്ട്, 1 മന്ത് കഴിഞ്ഞവരുണ്ട് അല്ലെ. നമ്മൾ ജാൻ 26 നമ്മുടെ UG പ്രോഗ്രാമിന്റെ, നമ്മുടെ ബികോമിന്റെ ജേണി തുടങ്ങിയിട്ട്, ലേൺ വൈസിന്റെ കൂടെ ജേണി തുടങ്ങിയിട്ട് നമ്മൾ കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെഷൻ ഏതാണ്, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ജേണി നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്യുക. എന്നിട്ട് ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യുക, ഹാൻഡ് റൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സംസാരിക്കുക. അതായത് നിങ്ങൾ ഓരോരുത്തരും ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ട് ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ഒരു കംഫർട്ട് ആയിട്ട് ഇരുന്നുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം, അതായത് നിങ്ങളുടെ ഈ ഓറിയന്റേഷൻ സെഷനെ പറ്റിയിട്ടും ഞങ്ങളുടെ കൂടെയുള്ള ഈ ജേണീനെ പറ്റിയിട്ടും നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് അറിയണം. ആരും ടെൻഷൻ ആവാനോ അത് പേടിക്കോ ഒന്നും വേണ്ട. അത്രയും ഫ്രീ ആയിട്ട് ഇരിക്കാം. കാരണം എല്ലാവരും നിങ്ങൾക്ക് അറിയുന്നവർ തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ളത് അല്ലേ. കാരണം നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരു ഓൺലൈൻ ആണെങ്കിൽ കൂടി, ഒരു ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മളൊരു ക്ലാസ് റൂമിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ നിങ്ങളും ഓൺലൈൻ ആയിട്ട് ഇരിക്കുക. അപ്പൊ അത്രയും ഫ്രീ ആയിട്ട്, കാരണം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്നവരാണ്. ഒരേ കോഴ്സ് ബികോം എന്ന് പറയുന്ന ഒരേ സബ്ജക്റ്റിൽ, അതായത് ഒരേ കോഴ്സിൽ ഒരുമിച്ച് നിൽക്കുന്നവരാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത്, എല്ലാവരും എന്താ പറയണ്ട, പരസ്പരം ഫ്രണ്ട്സ് ആണ്. അപ്പൊ നമ്മൾ ആരും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് മുന്നോട്ട് വരാം. നമ്മൾ പേര് വിളിച്ചു കൊണ്ടുവരാന്ന് പറയുന്നത് കുറച്ചൊരു സുഖകരമല്ലാത്ത പരിപാടിയാണ് അല്ലെ. കാരണം എന്താ, നമ്മൾ ഓരോരുത്തരും ചെറിയ കുട്ടികളൊന്നല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ഞങ്ങൾ പേര് വിളിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് ഓരോരുത്തരായിട്ട് ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് സംസാരിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ ആരാ ആദ്യം വരുന്നത്? ഞാൻ ഇപ്പൊ യുഎയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാലും ഞാൻ ആ സമയം എനിക്ക് കറക്റ്റ് ചെയ്ത് ഈ നിങ്ങളെ ഓറിയന്റേഷൻ്റെ എല്ലാ ദിവസവും കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നല്ല മോട്ടിവേഷനും നല്ല ഇത് തന്നെയായിരുന്നു. എനിക്ക് നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങളെ ലൈനേഴ്സിനെ കുറിച്ചും വീഡിയോനെ കുറിച്ചും പ്രൈസ് സാറൊക്കെ എടുത്ത ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാമിലി ഓറിയന്റേഷൻ്റെ മെർലിൻ മേഡം ഒക്കെ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി. പിന്നെ നിങ്ങൾ ഓരോ നമ്മളെ സ്റ്റെപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിനൊക്കെ ഓരോ ഭാഗങ്ങളെല്ലാം നല്ലതായിരുന്നു. എനിക്ക് എന്തായാലും നല്ലതായിട്ട് തോന്നി. ഓക്കെ, നമ്മുടെ ലേൺ വൈസിന്റെ കൂടെയുള്ള ജേണി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു സകേഷ്. ഓക്കെ, ഇതുപോലെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഓരോരാളും ഹാൻഡ് റൈസ് ചെയ്ത് വരിക. ഇനി ആരാ വരുന്നത്? ഓക്കെ, സന്തോഷ് പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിനായിട്ടുള്ള ഒരു 1-2 അലൂമിനീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രചോദനമായി. കാരണം അവരുടെ സപ്പോർട്ട്, അവരുടെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഞാൻ ഒരുപാട് ലേറ്റ് ആയി. അവര് ഏകദേശം 64 വയസ്സായെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്. അവരൊക്കെ വന്ന് ഈ ഡിഗ്രി കോഴ്സ് ഒക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എന്താ പറയാ, അവരുടെ ഫാമിലി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമില് ഇഗ്നുവിന്റെ കോഴ്സിനെ കുറിച്ചും അതിന് ഡീകോഡ് ചെയ്യാൻ ചെയ്തത് കുറച്ചും കൂടെ വ്യക്തത ഉണ്ടായി. അതുപോലെ തന്നെ ഞാൻ എത്തിപ്പെട്ട സ്ഥലം ലേൺ വൈസ് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അവരുടെ ആപ്പിനെ കുറിച്ചിട്ടുള്ള ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരുപാട് പേർക്ക് ഈ സമയങ്ങളിലും പഠിക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള എന്താ പറയാ, പഠിക്കാനായിട്ട് സമയം കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലായത്. കാരണം ഇപ്പോ നേരത്തെ സംസാരിച്ച അദ്ദേഹം അത് യുഎയിലാണ്. നമ്മൾ ഇത്ര അടുത്തിരുന്നിട്ട് പോലും ഒരുപാട് ദിവസം എന്താ പറയാ, ഒരുപാട് ദിവസം തള്ളി നീക്കി പിന്നെ ചെയ്യാം. അപ്പൊ അതൊക്കെ മാറ്റി കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡന്റ് അതിന് ബൂസ്റ്റ് ആയിട്ടുണ്ട്. അതും അങ്ങനെ. പിന്നെ എല്ലാവരുമായിട്ട് ഒന്നും കൂടെ കൂട്ടുകൂടണം. താങ്ക് യു.
പേര് വിളിക്കാൻ നിൽക്കേണ്ട, നമ്മളെല്ലാവരും UG പ്രോഗ്രാം ആയിട്ടുള്ളവരാണ്. അപ്പോ എല്ലാവരും പെട്ടെന്ന് തന്നെ പറയാ. മഞ്ജു പറഞ്ഞിട്ടുണ്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട് എന്നുള്ളത്. അത് കുഴപ്പമില്ല മഞ്ജു, 4 ദിവസം ആയല്ലോ. അപ്പോ നമ്മുടെ ലേൺ വൈസ് ഫാമിലിനെ പറ്റിയിട്ട് എന്താണ് മഞ്ജുവിന് തോന്നുന്നത് ഇപ്പോ? ഞാൻ ഇന്നലെ മുതലാ ക്ലാസ് കണ്ടു തുടങ്ങി. ക്ലാസ് കണ്ടിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഫോളോ അപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇന്നത്തെ സെക്ഷനിൽ കയറുന്നത്. ഓക്കെ, നമ്മുടെ ബാക്കി കഴിഞ്ഞ സെഷന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ആപ്പിലും അവൈലബിൾ ആയിരിക്കും. സെഷനൊക്കെ കാണണം കേട്ടോ. ഓക്കെ ഓക്കെ, വെൽക്കം ടു ലേൺ വൈസ് ഫാമിലി. ഓക്കെ ഓക്കെ, അടുത്തത് ആരാ വരുന്നത്? ഓക്കെ, റഹീസ പറഞ്ഞോളൂ. എന്ത് പറയണ്ടെന്ന് അറിയില്ല. ആദ്യം ചേർന്നപ്പോ തന്നെ ഒരു കോൺഫിഡൻസ് എല്ലാം പോയിട്ടുണ്ടായി. മാമിനോട് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ ഇന്ന് സ്കിപ്പാന്നല്ലോ. പിന്നെ മാം പറഞ്ഞു വല്ല സമാധാനത്തിലെ ക്ലാസ് ഒക്കെ കാണ്, അപ്പൊ എല്ലാം ശരിയാവുന്നു. അങ്ങനെ പിന്നെ കണ്ടിട്ടാകുമ്പോ ഇപ്പൊ റെഡി ആവുന്ന ഒരു തോന്നലുണ്ട്. പിന്നെ നമ്മളെക്കാളും ഏജ് ആയവരൊക്കെ ഇതൊക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി എന്ന് പറയുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. തോന്നലല്ല, പറ്റും, എന്തായാലും പറ്റും. തോന്നല് മാത്രമേ. കഴിയും. ഇനിയിപ്പോ ഇത്രയും സെഷൻ കഴിഞ്ഞ് ഇനി ആർക്കും ഒരു തോന്നൽ വരരുതേ, ഇല്ല നമുക്ക് ഇല്ല പറ്റും എന്തായാലും. പറ്റും എന്തായാലും. ഓക്കെ ഓക്കെ, താങ്ക് യു റഹീസ. ഓക്കെ, എൻ്റെ ഒരു വിനീഷ്. ഞാനൊരു ജ്വല്ലറിയിൽ മാനുഫാക്ചറിങ് വർക്ക് ചെയ്യുന്നതാണ്. ഞാനൊരു പെട്ടെന്നുള്ളൊരു ഇതിൽ ചേർന്നതാണ്. കാരണം അങ്ങനെ ഒരു BCom എടുക്കുക എന്നുള്ളൊരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം +2 കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് തന്നെ കുറച്ച് കാലമായി. അപ്പോൾ പെട്ടെന്ന് ഒന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അത് നിർത്താന്ന് വിചാരിച്ചു. പക്ഷെ അതിന്റെ ഓറിയന്റേഷൻ ഒക്കെ കണ്ട് അതിന്റെ കുറച്ച് പ്രോഗ്രാം ആണ് എനിക്ക്, കാരണം ഇവരൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എനിക്കൊക്കെ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് ഓറിയന്റേഷൻ ശരിക്കും അലുമിനീസ് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സെഷൻ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളും അപ്പോ എന്നെക്കാളും കുറച്ച് ഇതായിട്ടുള്ള ആൾക്കാർ പറഞ്ഞ കേട്ടപ്പോ എനിക്കത് പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാനിപ്പം മുന്നോട്ട് പോകുന്നുള്ളത്. പക്ഷെ എങ്കിലും കുറച്ച് ടൈമിൽ ഇങ്ങനെ ബാക്കോട്ട് പോകുന്നുണ്ട്. കാരണം വർക്ക് പ്രഷറും ഇപ്പം ലേറ്റ് ആയിട്ടൊക്കെ വരുമ്പോൾ എനിക്ക് വേണ്ടത്ര രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോ ഓരോ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നില്ല, ഇങ്ങനെ ആൾക്കാരെ കണ്ടു തുടങ്ങുമ്പോഴാണ് എനിക്കും എന്തായാലും അറ്റൻഡ്. ഇപ്പൊ ഞാൻ വണ്ടിയിൽ നിന്നായിരുന്നു പെട്ടെന്ന് തന്നെ ജോയിൻ ആയത്. കാരണം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അപ്പൊ വണ്ടി ഡ്രൈവിംഗിൽ തന്നെ അത് ഓൺ ചെയ്തിട്ടാണ് ഞാൻ റോഡ് സൈഡ് ആക്കിയിട്ടാണ് പെട്ടെന്ന്. അപ്പൊ നടന്നു വരുമ്പോഴാണ് ഞാൻ ചെടിയൊക്കെ കാണിക്കാൻ നിന്നത്. കാരണം അത്രയും ചേരണം എന്നുള്ളൊരു ഇൻട്രസ്റ്റിലാണ് അപ്പൊ ജോയിന്റ് ആയത്. പക്ഷെ നമ്മളൊരു ഈ ഗ്രൂപ്പിൽ തന്നെ എന്തെങ്കിലും ഒരു റിമൈൻഡ്സ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് റിമൈൻഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ. കാരണം നമ്മൾ ഡ്യൂട്ടിയും മീറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നില്ല എല്ലാ ടൈമിലും. പക്ഷെ എങ്കിൽ എന്നെ കൃത്യമായിട്ട് ലാംഗ്വേജിന്റെ അവർ വിളിച്ച് ചോദിക്കും എന്തായി, അറ്റൻഡ് ചെയ്തിനോ, ക്ലാസ് ഒക്കെ നോക്കുന്നുണ്ടോ. അതുകൊണ്ടാണ് ഈ പിന്നെയും ക്ലാസ്സിലേക്ക് കയറുന്നത്, അല്ലെങ്കിൽ അത്രയും ഉണ്ടാവില്ല. എന്തായാലും എനിക്ക് ഇതുവരെയുള്ള യാത്ര എനിക്ക് നല്ല രീതിയിലാണ് തോന്നുന്നത്. കാരണം നല്ല സപ്പോർട്ടാണ് ലാംഗ്വേജിന്, നല്ല സപ്പോർട്ട്. ഞാൻ ആദ്യം ലാംഗ്വേജ് വേണ്ട, ഡയറക്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റും. വൈഫ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇത് BEd ഒക്കെ കഴിഞ്ഞാണ്, അവൾ അത്യാവശ്യം പഠിപ്പിക്കാന്നുള്ള രീതിയിലാണ് പോയത്. പിന്നെ അവളും പറഞ്ഞു ഒരു സപ്പോർട്ട് നല്ലതാണ് ഉള്ള രീതിയിലാണ് വീണ്ടും ഞാൻ ഇതിലേക്ക് എടുത്തത്. ലാംഗ്വേജിന്റെ ഒരു സപ്പോർട്ട് വേണം തന്നെ, മെന്റർഷിപ്പ് തന്നെ വേണമെന്ന് എടുക്കാൻ കാരണം. അത് ശരിക്കും എനിക്ക് ഗുണകരമായിട്ട് തോന്നുന്നുണ്ട് എന്തായാലും. അപ്പൊ എന്തായാലും പറ്റുന്നു മനസ്സിലായല്ലോ. ഇനി ഒരിക്കലും പകുതി വഴിയിൽ വെച്ച് പഠനം ഉപേക്ഷിക്കരുത്, കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ എന്തായാലും ലേൺ വൈസ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഡിഗ്രിയോട് കൂടിയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. താങ്ക് യു. ഞാൻ BComന് ജോയിൻ ആയിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. ലേൺ വൈസ് അതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നല്ല ചേർന്നത് എന്തായാലും വളരെ നന്നായി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ മുൻപ് ചെയ്തിരുന്നു. മുൻപ് ഇതുപോലെ ഇഗ്നോയില് BCAക്ക് വേണ്ടിയിട്ട് ഞാൻ 2021 ചേർന്നിട്ടുണ്ടായിരുന്നു. അന്ന് എന്നിട്ട് ഇതുപോലെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത കാരണം ഫസ്റ്റ് സെമസ്റ്റർ എക്സാമുകൾ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല, സ്റ്റഡി സെന്റർ മാറൊക്കെ ആയിട്ട്. പിന്നെ ഞാനത് നിർത്തിയേക്കായിരുന്നു. ഇപ്പൊ പിന്നെ ഇനി വീണ്ടും തുടങ്ങിയാലും അതുപോലെ നിർത്തേണ്ടി വരുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഇട്ടേക്കായിരുന്നു. ഇപ്പൊ പിന്നെ ലേൺവേഴ്സിന്റെ ഒരു ആഡ് ഇൻസ്റ്റയിലാണ്ട് കണ്ടപ്പോഴാണ്, പിന്നെ അല്ല അവര് ഇങ്ങോട്ട് വെറുതെ ഇൻസ്റ്റയിൽ എന്തോ കണ്ടപ്പോ എന്താ ഞാൻ പേര് ടൈപ്പ് ചെയ്തു തോന്നുന്നു. പിന്നെ അവര് ഇങ്ങോട്ട് ഒരു ദിവസം വെറുതെ വിളിക്കുകയായിരുന്നു, ഇങ്ങനെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നോ ചോദിച്ചു. അപ്പോ അങ്ങനെ ഇത് ചേർന്നതാണ്. ഇപ്പൊ എനിക്ക് ക്ലാസ്സുകളും ഇതൊക്കെ ആകുമ്പോ ഇനി ഇത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്, ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളതിന്റെ പേരില്. ഓക്കെ, ഇനി ആരാണ് അടുത്തത് വരുന്നത്?
എനിക്കും ഈ 10 സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നല്ല ഒരു ഇതാണ്. എന്ന് വെച്ചാൽ എനിക്ക് പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്കും. കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ടേ. അപ്പോ ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പറ്റും. പിന്നെ അലൂമിനീസ് ഒക്കെ സംസാരിച്ചത് കേട്ടപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുമായിരിക്കും പറ്റുമായിരിക്കും എന്നല്ല, പറ്റും എന്നൊരു വിശ്വാസം ഉണ്ട് ഇപ്പൊ. ഓക്കെ, നല്ലതായിരുന്നു മാം. അല്ല ഞങ്ങൾക്ക് പറ്റും, എന്തായാലും പറ്റും, മുന്നോട്ട് പോവുക, കംപ്ലീറ്റ് ചെയ്യാം. യെസ് മാം. ഓക്കെ, നമ്മളെ കോൺവക്കേഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വേണം എല്ലാവരും ഇതുപോലെ ഒരു കോൺവക്കേഷൻ. നമുക്ക് ഇനി ഒരു കോൺവക്കേഷൻ സെറമണി വരും, അതായത് നമ്മുടെ ഡിഗ്രി ലാസ്റ്റ് ഫൈനൽ ഇയർ കഴിയുന്ന സമയത്ത്. അപ്പൊ എല്ലാവരും അതും അറ്റൻഡ് ചെയ്ത് നല്ല ഒരു സ്മൈലിംഗ് ഫേസോട് കൂടി വേണം നമ്മുടെ ലേൺ വൈസ് വിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു ശ്രുതി. താങ്ക് യു മാം. ഓക്കെ, ഇനി അടുത്തത് ആരാണ്? എന്റെ പേര് റുദ്നൻ, തൃശ്ശൂരാണ് വീട്. ഞാനൊരു ACCA സ്റ്റുഡന്റ് ആണ്. അപ്പോ ഞങ്ങളുടെ ഫാക്കൽറ്റീസ് ആണ് ഞങ്ങളോട് പറഞ്ഞത് ഡിഗ്രി കമ്പൽസറി ആയിട്ടും വേണം. സോ ACCA ഒരു ഡിപ്ലോമയാണ് ആക്ച്വലി. സോ അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് നിങ്ങൾ എങ്ങനെയാ ഫിനിഷ് ചെയ്യാന്നൊക്കെ. സോ ഡിഗ്രി നമുക്ക് കമ്പൽസറി ആയിട്ടും വേണം, അതിപ്പോ ജോബ് റിലേറ്റഡ് ആയാലും അല്ലെങ്കിലും. സോ അങ്ങനെയാണ് ഞങ്ങളുടെ ഫാക്കൽറ്റീസ് പറഞ്ഞത്. ഇഗ്നു, അതുപോലെ തന്നെ എന്റെ വല്യമ്മ ഇഗ്നുവിലാണ് പഠിച്ചത് പണ്ട്. അപ്പൊ വല്യമ്മ റെഫർ ചെയ്തു ഇങ്ങനെ ഇഗ്നുവിൽ ചേർന്നു, അതാണ് നല്ലതെന്നൊക്കെ. അപ്പോ അതുകൊണ്ടാണ് ഡിഗ്രി ഇഗ്നുവില് ലേൺ വൈസ് തന്നെ എടുക്കാനും കുറച്ചും കൂടി ഇതാന്ന് തോന്നിയത്. അങ്ങനെ ലേൺ വൈസ് എടുത്തത്. താങ്ക് യു ഋദ്നാഥ്. ഇനി ആരാണ് പറയുന്നത്? 10 ദിവസത്തെ പ്രോഗ്രാം നല്ലതായിരുന്നു. 10 ദിവസത്തെ പ്രോഗ്രാമിൻ്റെ ഓരോ പ്രത്യേകതകളുണ്ടായിരുന്നു. ഓരോ ദിവസത്തെ ലേൺ വൈസിൻ്റെ ഓരോ രീതിയിലുള്ള പ്രോഗ്രാംസ് അത് നമുക്ക് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ഞാൻ ലേൺ വൈസിൽ ആദ്യം കയറിയ സമയത്ത് എനിക്ക് ഭയങ്കര പാടായിരുന്നു, എനിക്ക് ടഫായിട്ട് തോന്നി ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കുമെന്നുള്ളത്. അപ്പം ഇതെങ്ങനെ പഠിച്ചെടുക്കും. പക്ഷേ ഓരോ ദിവസത്തെ ലേൺ വൈസിൻ്റെ പ്രോഗ്രാംസ് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാംസുകളാണ്. അത് ഓരോ അലുമിനീസിൻ്റെ എക്സ്പീരിയൻസ് അതിൽ നിന്ന് പിന്നെ അതുപോലെ ഓരോ ബികോമിൻ്റെ ഓരോ ക്ലാസ്സിനെ പറ്റിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് ഇന്ന ടേംസ് ആയിട്ട്. എന്തായാലും കുറച്ചൊക്കെ പുകയൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ കിട്ടുന്നു. നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. 10 ദിവസത്തെ പ്രോഗ്രാംസ് ഞാൻ ആസ്വദിച്ചു. നല്ലൊരു ഇതായിരുന്നു. നമുക്കൊരു പ്രോഗ്രാംസ് എല്ലാം ഒരു ലേൺ ചെയ്യാൻ വേണ്ടി പറ്റിയ പ്രോഗ്രാംസ് ആയിരുന്നു. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. എല്ലാവർക്കും എല്ലാ ഭാഗങ്ങളും നേരുന്നു. താങ്ക് യു. നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു അല്ലെ? ഒന്ന് വിളിക്കേണ്ടി വന്നെങ്കിൽ പോലും ആള് മുന്നോട്ട് വന്നു. ഞാന് ഇഗ്നോയില് ചേർന്നത് ഭയങ്കര ഡൗട്ടായിട്ടാണ്. കാരണം ഞാൻ 10 വർഷത്തിന് ശേഷമാണ് ഡിഗ്രി ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തില് വന്നത്. അപ്പം പഠിക്കാൻ പറ്റുമോ, ബികോം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ബികോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിനെല്ലാത്തിനും ഒരു ഉത്തരവായിരുന്നു ശരിക്കും ഈ ഒരു 10 സെക്ഷനിലൂടെയും. ആദ്യത്തെ സെക്ഷനുകളിലാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന സെക്ഷൻസ് ആയിരുന്നു എല്ലാ സെക്ഷനും തന്നെ. ബാക്കി മറ്റുള്ളവരുടെ അലുമിനീസിന്റെ സെക്ഷൻ ആണെങ്കിലും ഒത്തിരി ആൾക്കാര് നമ്മളെക്കാളും പ്രായമായവരും ഒത്തിരി വർഷം കഴിഞ്ഞിട്ടുള്ളവരും എല്ലാം പഠിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു ആ സെക്ഷൻസിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ എല്ലാ സെക്ഷനിലും കയറാനായിട്ട് ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സെക്ഷൻ ആണെങ്കിലും പിന്നെ ബികോമിന്റെ സെക്ഷൻ ആണെങ്കിലും നമുക്ക് ബികോമിനെ കുറിച്ച് കൂടുതൽ അറിയാനും എല്ലാത്തിനും ഒത്തിരി ഉപകാരമായിരുന്നു എല്ലാ സെക്ഷനും. താങ്ക് യു. ഞാനിവിടെ UAE ACCA സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒപ്പം ഇനി ഒരു ഡിഗ്രിയും കൂടെ എടുക്കണം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറെ നോക്കി ഞാൻ. അപ്പൊ എനിക്ക് എന്തായാലും ഗൈഡൻസ് ഇല്ലാണ്ട് ഇഗ്നോന്റെ മാത്രമായിട്ട് എന്തായാലും കഴിയില്ല, ACCA കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോ എന്റെ ആന്റിയാണ് ലേൺ വൈസിനെ പറ്റി പറഞ്ഞത്. പിന്നെ അങ്ങനെ അതിനെ പറ്റി അന്വേഷിച്ച് അങ്ങനെ ജോയിൻ ചെയ്തു. എന്തായാലും പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ഒരു തന്നെയാണ് ലേൺ വൈസ്. ഓക്കെ, നമ്മുടെ സെഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ തന്നെ കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു ഇത് തന്നെയാണെന്ന്. ഓക്കെ ഓക്കെ, താങ്ക് യു മിൻഹ. ഇനി നമുക്കുള്ളത് ഒരു ഫീഡ്ബാക്ക് ഫോം ആണ്. അതായത്
നമ്മുടെ ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടുന്ന ഫീഡ്ബാക്ക് ഫോം, അതായത് നിങ്ങളുടെ കൺസേൺ മെന്റർ ഓർ LSE നിങ്ങൾക്ക് ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഫീഡ്ബാക്ക് ഫോം അയച്ചു തരുന്നതായിരിക്കും. അപ്പം ഇന്ന് രാത്രി തന്നെ എല്ലാവരും ഇത് മാക്സിമം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ അത് ഷെയർ ചെയ്യാം. അതായത് ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ OP 11.0യുടെ ഫീഡ്ബാക്ക് ഫോം ആണ്. നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു 2-3 മിനിറ്റ് മാത്രം, അതായത് മാക്സിമം ഒരു 5 to 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൺസേൺ മെന്റർ ഓർ LSE നിങ്ങൾക്ക് ഈ ഫോം അയച്ചു തന്നെയായിരിക്കും. നിങ്ങൾ ആദ്യം ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം ഏതാണെന്നുള്ളത് കൊടുക്കുക. ഇപ്പം അഖിൽ എന്നാണെങ്കിൽ അഖിൽ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പ്രോഗ്രാം, അതായത് നിങ്ങൾ എല്ലാവരും ഇപ്പൊ എൻറോൾ ചെയ്തിരിക്കുന്നത് BComനാണ്. അപ്പൊ BCom സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അസൈൻഡ് ആയിട്ടുള്ള മെന്റർ ഓർ LSEയുടെ പേര്, അതായത് നിങ്ങളുടെ മെന്ററിന്റെ അല്ലെങ്കിൽ LSEയുടെ പേര് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓറിയന്റേഷനും പ്രോഗ്രാമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ 10ഓളം സെഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിലുള്ള പ്രചോദനം, അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എന്താണ് എന്നുള്ളത്, അത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഇനി മംഗ്ലീഷിലായാലും ഏത് ലാംഗ്വേജിലായാലും നിങ്ങൾ നിങ്ങളുടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇനി ഒരുപാട് പേർക്ക് ഒപ്പീനിയൻ, അതായത് ഇതുപോലെ പറയാൻ മടിയായിട്ട് കുറെ പേര് ബാക്കിലോട്ട് നിന്നിട്ടുണ്ട് അല്ലേ. അപ്പം അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ ഞങ്ങളുടെ കൂടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ഫോം എന്തായാലും ഫില്ല് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത് ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു 10 സെഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സെഷൻ വൈസ് ഫീഡ്ബാക്ക്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ സെഷൻ 1 ലോഞ്ച് നൈറ്റ്, അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ വെരി ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. മോഡറേറ്റ്ലി ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. സ്ലൈറ്റ്ലി ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് കൊടുക്കുക. നോട്ട് ഹെൽപ്ഫുൾ അറ്റ് ഓൾ ആണെങ്കിൽ അത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഓരോ സെഷനും, അതായത് 10ഓളം സെഷൻസ് ഉണ്ടായിരുന്നു, ആ സെഷൻസിന്റെ ഒക്കെ ഫീഡ്ബാക്ക് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, റേറ്റ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ അടുത്തത് എന്ന് പറയുന്നത് നിങ്ങൾ ഇഗ്നോ ജേണി തുടങ്ങിയത് മുതൽ നിങ്ങൾ ഇതിൽ കോൺഫിഡന്റ് ആണോ എന്നുള്ളതാണ്. അപ്പം അതും ടിക്ക് ചെയ്ത് പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നമ്മുടെ ഈ ഓറിയന്റേഷൻ സെഷനിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഓരോന്നും നിങ്ങൾക്ക് മൊത്തത്തിൽ, അതായത് എല്ലാം ഇഗ്നോയെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടി, ഇതിന്റെ നമ്മുടെ ടെക്നിക്കലിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതിന്റെ അക്കാഡമിക്സിനെ പറ്റിയിട്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ മൊത്തം ടിക്ക് ചെയ്ത് പോവുക. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും ഇവിടെ സ്പെസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് തന്നെ, അതായത് ഇനി ഞങ്ങൾ ഏത് പാർട്ടാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അതായത് നിങ്ങൾക്ക് തോന്നുവാണ് ഈ ഒരു പാർട്ടിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണം എന്നുണ്ടായിരുന്നു, അങ്ങനെ ഏതെങ്കിലും തോന്നുവാണെങ്കിൽ ആ ഒരു ഇതും കൂടി നിങ്ങൾ അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ്, അതായത് ഇനി വരുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഇനി എന്താണ് ഞങ്ങൾ ആഡ് ചെയ്യേണ്ടത്, അതോ ഇത് ഓക്കെ ആണോ, ഇങ്ങനെയുള്ള സജഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ മെന്റർക്ക് ഓർ കൺസേൺഡ് LSEക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുക, അതായത് സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ സെഷൻ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ മെന്റേഴ്സ് ഓർ LSE നമ്മുടെ ലേൺ വൈസിന്റെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ തന്നെ ഈ ഫോം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഫോം ഫില്ല് ചെയ്യുക, ഇന്ന് തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മളിവിടെ ലാസ്റ്റ് സെഷനിലോട്ടാണ് ഇനി പോകുന്നത്. അതായത് നിങ്ങൾ എല്ലാവരും നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്തവരാണ്, എല്ലാവരും ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് ജേണി തുടങ്ങിയിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഓറിയന്റേഷൻ മുതൽ നമ്മളെല്ലാവരും ഒരുമിച്ച് തുടങ്ങിയതാണ് അല്ലേ. അപ്പം ആ ഒരുമിച്ച് തുടങ്ങിയത് മുതൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ലേൺ വൈസ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആദ്യം പേടി ഉണ്ടായിരുന്നു പറ്റുമോ എന്നുള്ളത്. അപ്പൊ അലുമിനിയം മീറ്റൊക്കെ കണ്ടപ്പോൾ ഓക്കെ ആയിരുന്നു, അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഓരോരുത്തരും ഒരു ഫുൾ പാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്, ഒരു കോൺഫിഡൻസ് ലെവലിലാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ എനർജി ഇനി വിട്ട് കളയരുത്. എവിടെയും നിങ്ങൾ സ്റ്റക്ക് ആവില്ല, അത് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ക്ലാസ്സും, അതായത് റെക്കോർഡഡ് വീഡിയോസ് ആയാലും ഞങ്ങളുടെ നോട്ട്സ് ആയാലും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രീവൈക്യൂ, അതായത് ഞങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും എല്ലാം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഞങ്ങൾ ഓരോ സെഷനിലും എങ്ങനെ ചെയ്യണം, എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു ക്ലിയർ കട്ട് പിക്ചേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക. അതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ 100% ഉറപ്പ് നൽകുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഡിഗ്രി ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഇറങ്ങുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എഫേർട്ട് മാക്സിമം ഇടുക. നിങ്ങൾ ഇപ്പൊ എല്ലാവരും ഒരു പീക്ക് ലെവലിലാണ് നിൽക്കുന്നത്, ഒരിക്കലും എനർജി താഴോട്ട് വരരുത്. ലേൺ വൈസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് തന്നെ പോവുക. ഒരിക്കലും ഒരു കാരണവശാലും ഒരാളും നമ്മുടെ ഈ ഒരു ജേണി സ്റ്റോപ്പ് ചെയ്യരുത്, അങ്ങനെ ഒന്ന് ചിന്തിക്കുക കൂടി ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ LSE നിങ്ങൾക്ക് എല്ലാത്തിനും സപ്പോർട്ട് ആയിട്ടുണ്ട്.
വീക്കിലി കോളൊക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. മേ ബി എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഇൻഫോം ചെയ്യുക. എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്തു വരിക. കാരണം നമ്മൾ ഒരു ഇവിടെ ജേർണിയിൽ കയറിയിരിക്കുന്നത് നമുക്കൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ ആദ്യമേ ഒരു ഗോൾ സെറ്റിംഗ് ക്ലാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഗോളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ട് ഇരിക്കുന്നവരാണല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക, എല്ലാം കണ്ട് നല്ല രീതിക്ക് പഠിക്കുക. നിങ്ങൾ ഒന്നും ആലോചിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ലേൺ വൈസ് ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. നമ്മളൊരു ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ നമ്മൾ ഇനി ജേർണി തുടങ്ങാൻ പോവാണ്. നമ്മളൊരു സ്റ്റെപ്പ് വെച്ചു അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഫാമിലിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യാണ്. അപ്പൊ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് വിഷസ് നേരുന്നു. അപ്പം ഇനി നമുക്ക് മുന്നോട്ട് കാണാം. ആരും ഒരു കാരണവശാലും നമ്മുടെ ജേർണി ഇവിടെ പകുതി വഴിയിൽ വെച്ച് പോകരുത്. നമ്മുടെ കോൺവൊക്കേഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും എന്താ ഒറ്റക്കെട്ടായി നിന്ന് പഠിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ ഇവിടുന്ന് ലീവ് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും എനിവേ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.